ആമി, ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ദ്രോഹിക്കില്ല. നീയും നിന്റെ മോളും ജോൺ സാമുവലുമൊത്ത് സുഖമായി സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല. നിന്റെ മോൾ എൻ്റെ മരുമകളായി, അച്ചുവിൻ്റെ ഭാര്യയായി നമ്മുടെ വീട്ടിൽ ജീവിക്കും. അവളെയും ഞാൻ ദ്രോഹിക്കില്ല. എന്നെ ശിക്ഷിക്കരുതാമി. നമ്മുടെ വീടും സ്വത്തുക്കളുമെല്ലാം ഞാൻ നിനക്കെഴുതിത്തരാം. എനിക്ക് മാപ്പ് തരണം. അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. അത് കേട്ടതും ആമി ഒന്നുറക്കെ ചിരിച്ചു. പ്രായച്ചിത്തം ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക്? അന്ന് മൈസൂരിലെ റിസോർട്ടിൽ വെച്ച് നഷ്ടപ്പെട്ട എൻ്റെ മാനം തിരിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എനിക്കും എൻ്റെ ഇച്ഛായനും നഷ്ടപ്പെട്ട 23 വർഷങ്ങൾ തിരിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എൻ്റെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ ബാല്യം തിരിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും തിരിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഇതൊക്കെ തിരിച്ചു തരാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. പിന്നെ നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾക്കുള്ള എല്ലാം എനിക്ക് തരാമെന്നല്ലേ? നമ്മുടെ വീടും സ്വത്തുക്കളുമെല്ലാം തരാമെന്നല്ലേ? അതിന് നിങ്ങൾക്കവിടെ സ്വത്തുണ്ടോ മിസ്റ്റർ കൃഷ്ണദത്തൻ? കൃഷ്ണ ഗ്രൂപ്പിൻ്റെ അധീനതയിലുള്ള ഒരു സൂചിപ്പഴുതിൽ പോലും നിങ്ങൾക്ക് അവകാശമില്ല കൃഷ്ണദത്തൻ. കാരണം നിങ്ങളുടെയും എൻ്റെയും അച്ഛൻ അത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രണ്ടുപേരുടെയും മക്കളുടെ പേരിൽ എഴുതി വച്ചു കഴിഞ്ഞു. അച്ചുവും അല്ലിയുമാണ് അതിൻ്റെ അവകാശികൾ. നിങ്ങൾക്കോ എനിക്കോ അതിൽ യാതൊരു അവകാശവുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതിൽ പ്രകാരം ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. പറയൂ. ആമിയുടെ ഓരോ വാക്കിനും തൻ്റെ പക്കൽ മറുപടിയില്ലെന്ന് മനസ്സിലാക്കിയ ദത്തൻ നിസ്സഹായതയോടെ അവളുടെ മിഴികളിലേക്ക് നോക്കിക്കിടന്നു. മറുപടിയില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ വിധി ഞാൻ നിർണയിക്കുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ നേരെ നോക്കി സംസാരിക്കേണ്ടി വരില്ല. ശരിക്കും നിങ്ങൾക്കുള്ള ശിക്ഷ ദൈവം തരുമെന്ന് എനിക്കറിയാം. അതുവരെ കാത്തിരിക്കാൻ ഈ ആമിക്ക് ക്ഷമയില്ല. ഞാൻ ചെയ്യുന്നത് ക്രൂരതയാണെങ്കിൽ ഇതിനുള്ള ശിക്ഷ കാലം എനിക്ക് തന്നോളും. അന്നത് സന്തോഷത്തോടെ സ്വീകരിക്കും ആമി. അത്രയും പറഞ്ഞുകൊണ്ട് ആമി മുരുകനെ നോക്കിയതും മരുന്ന് നിറച്ച ഒരു സിറിഞ്ചുമായി അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. സിറിഞ്ച് കയ്യിൽ വാങ്ങിക്കൊണ്ട് ആമി ദത്തനെ നോക്കി. ഇതിലെന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതിലെന്താണെന്ന് അറിയില്ലെങ്കിലും അതോടെ തൻ്റെ ജീവിതം അവസാനിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവസാനത്തെ പ്രത്യാശ എന്നോണം അയാൾ അവളുടെ നേർക്ക് മിഴികൾ ഉയർത്തി. മോളെ ആമി, ഈ ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിലേക്ക് ഒരിക്കലും കുത്തിവെക്കരുത്. എനിക്ക് നന്നാവണ ഒരു അവസരം താ. ഇനി ഒരിക്കലും ഞാൻ പഴയ ദത്തനിലേക്ക് തിരിച്ചു പോവില്ല, സത്യം. അത് കേട്ടതും ആമി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. മരണമുഖത്ത് നിൽക്കുന്ന പലരും പറയുന്ന ഡയലോഗുകളാണിതെല്ലാം. അതെല്ലാം വിശ്വസിച്ച് ഞാൻ നിനക്കൊരവസരം തന്നാൽ നീ ആദ്യം ചെയ്യുന്നത് എൻ്റെ ജീവനെടുക്കുക എന്ന കർമ്മമായിരിക്കും. അറിഞ്ഞുകൊണ്ടെന്തിനാ ഞാൻ എൻ്റെ കഴുത്തിൽ നിന്റെ കത്തി വയ്ക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആമി ആ സിറിഞ്ചിൻ്റെ നീഡിൽ ദത്തൻ്റെ കഴുത്തിലെ ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. ഒന്ന് പിടഞ്ഞുകൊണ്ടയാൾ ആമിയുടെ മിഴികളിലേക്ക് നോക്കി. അന്നേരം ആ മിഴികളിൽ നിറഞ്ഞു നിന്നത് ദൈന്യത മാത്രമായിരുന്നു. ആ നോട്ടത്തെ നേരിടാനാവാതെ ആമി മിഴികൾ പിൻവലിച്ചു. അവളുടെ മനസ്സിൽ അന്നേരം അഭിനയിച്ചുകൊണ്ടാണെങ്കിലും തന്നെ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ച ഒരേട്ടൻ്റെ രൂപമുണ്ടായിരുന്നു. ഇന്ന് താനീ ചെയ്യുന്ന തെറ്റിന് ഈശ്വരൻ ഒരിക്കലും മാപ്പ് തരില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം തെറ്റിനെ തെറ്റുകൊണ്ടാണ് താൻ നേരിട്ടിരിക്കുന്നത്. ഏട്ടൻ ചെയ്തതുപോലെ തന്നെ ഞാനും തിരിച്ചു ചെയ്തിരിക്കുന്നു. ഒരാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഒരിക്കലേ കിട്ടൂ. അത് ദൈവം കൊടുത്താലും മനുഷ്യൻ കൊടുത്താലും. ഏട്ടൻ ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തത് മൂലം ദൈവശിക്ഷയിൽ നിന്നും ഏട്ടൻ ഒഴിവായി. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇനി ഈശ്വരൻ വിധിക്കും. എന്തായാലും ആ ശിക്ഷ സന്തോഷത്തോടെ സ്വീകരിക്കും ഞാൻ. ഇതുവരെ തെറ്റ് ചെയ്യാതെ ശിക്ഷ വാങ്ങിയതല്ലേ, ഇനി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ വാങ്ങിക്കാം. ആമി പതിയെ മുഖമുയർത്തി ദത്തനെ നോക്കി. അടഞ്ഞു പോകുന്ന ആ കണ്ണിലെ കൃഷ്ണമണികൾ അപ്പോഴും തൻ്റെ നേർക്ക് തന്നെയായിരുന്നു. ഉള്ളിൽ നിന്നും ഒരു ഗൽഗതം തൊണ്ടയോളം എത്തിയവൾക്ക് മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ടവൾ ഹാളിലേക്ക് ഓടി. സോഫയിലിരുന്ന് കൈക്കുമ്പിളിൽ തല താങ്ങിപ്പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഏട്ടൻ എന്തിനാ ഇങ്ങനെ എന്നോട് ചെയ്തത്? അതല്ലേ ഈ ക്രൂരത എനിക്ക് ചെയ്യാൻ തോന്നിച്ചത്? ഇനിയുള്ള കാലം എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാനിത് ചെയ്തത്? എന്നിട്ട് കിട്ടുമോ എനിക്ക് മനസമാധാനം? ഇല്ലെന്നവളുടെ മനസ്സ് മന്ത്രിച്ചു. ഇനിയുള്ള കാലം മുഴുവൻ എൻ്റെ മനസ്സെന്നെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഈ വേദനയിൽ നിന്നും എനിക്കൊരിക്കലും മോചനം ലഭിക്കില്ല. മേഡം, മുരുകൻ്റെ വിളി കേട്ടാണ് അവൾ തലയുയർത്തിയത്. മേഡത്തിൻ്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. കഷ്ടം. മേഡത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ദയയും അർഹിക്കാത്തവനാണ് ആ റൂമിൽ കിടക്കുന്നത്. ശരിക്കും മരണത്തെ കുറഞ്ഞ ഒരു ശിക്ഷ അവൻ അർഹിക്കുന്നില്ല. എന്നിട്ടും അവന് മരണം വിധിക്കാൻ മേഡത്തിന് തോന്നാത്തത് തന്നെ നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി മേഡം ഇവിടെ നിൽക്കണ്ട. ബാക്കിയെല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. പൊയ്ക്കോളൂ. അതോടെ ആമി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പിന്നാലെ അവളെ കൊണ്ടുവന്ന ഡ്രൈവറും.
കാറിൽ കയറി തിരിച്ചു പോകുമ്പോൾ അവൾ ആ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. പിന്നെ മനസ്സിന് ഊർജം നൽകാനായി ഒരു ദീർഘശ്വാസം എടുത്തു. എത്ര ആശ്വസിക്കാൻ ശ്രമിച്ചാലും ഇന്നു മുഴുവൻ ഈ സങ്കടം വിടാതെ പിന്തുടരുമെന്ന് അവൾക്കറിയാമായിരുന്നു. പോയ വഴിയിലൂടെ തന്നെയാണ് അവൾ മതിൽക്കെട്ടിനകത്തേക്ക് കടന്നതും. സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്നതിന് ശേഷം ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്ത് ആമി സ്വന്തം റൂമിലേക്ക് നടന്നു. ഡോറിന്റെ ലോക്ക് ചാവി ഉപയോഗിച്ച് തുറക്കുമ്പോഴാണ് തൊട്ടടുത്തൊരാളനക്കം അവൾ അറിയുന്നത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും പിന്നിൽ പൂജയെ കണ്ടവൾ വല്ലാതെ പരിഭ്രമിച്ചു. ഈ പാതിരാത്രിക്ക് ചിറ്റ എവിടെ പോയിരുന്നു? പുറത്തെ കാറ്റുകൊള്ളാൻ പോയതാണെന്നൊന്നും എന്നോട് പറഞ്ഞേക്കല്ലേ. കാറ്റുകൊള്ളാൻ ആരും മതിൽ ചാടി കടന്നു പോകാറില്ല. പൂജയ്ക്ക് മറുപടി കൊടുക്കാതെ ആമി റൂമിനുള്ളിലേക്ക് കടന്നു. അങ്കിൾ എവിടെ? ആമി അതിനും മറുപടി പറഞ്ഞില്ല. ചിറ്റ, അങ്കിൾ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. എനിക്കെങ്ങനെ അറിയാം പൂജ? നീ എന്താ എന്നോട് ചോദിക്കുന്നത്? പൂജ മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തു. കള്ളം, നിങ്ങൾ കള്ളം പറയുകയാണ്. നിങ്ങൾക്കറിയാം അങ്കിൾ എവിടെയുണ്ടെന്ന്. അവളുടെ മുഖത്തേക്ക് നോക്കി ആമിയിൽ ഒരു നിമിഷം പതർച്ചയുണ്ടായി. കൊന്നുകളഞ്ഞു അയാളെ? സ്വന്തം അനുഭവമനുസരിച്ച് അതിൽ കുറഞ്ഞ ഒരു ശിക്ഷ വിധിക്കാൻ സാധ്യതയില്ല. പൂജയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞത് കണ്ടപ്പോൾ ആമി അവളിൽ നിന്നും മുഖം തിരിച്ചു. ഞാൻ ആരെയും കൊല്ലാൻ ആളല്ല. ആരെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളത് ദൈവം കൊടുക്കും. ശാന്തതയോടെ പറയുന്നവളുടെ മുഖത്തേക്ക് നോക്കി പൂജ അല്പനിമിഷം നിന്നു. ചെയ്ത കുറ്റം അധികകാലം ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല ചിറ്റേ. അതും പറഞ്ഞുകൊണ്ടവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. തൻ്റെ കള്ളത്തരം പൂജ കണ്ടുപിടിച്ചോ എന്ന ആധിയോടെ ആമി വാതിലടച്ച് ബെഡിലേക്ക് ചാഞ്ഞു. ആയുഷിന് അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. എത്ര കണ്ണടച്ചിട്ടും അച്ഛൻ്റെ ഓർമ്മകൾ അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പലതരം ദുഷ്ടതരങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ടെന്നറിയാം. അവരിൽ ആരെങ്കിലും ആയിരിക്കുമോ അച്ഛനെ കിഡ്നാപ്പ് ചെയ്തത്? ആയിരിക്കും. അതിനാണ് സാധ്യതയേറെ. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് ആയുഷ് ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. കൈയെത്തിച്ച് ഫോൺ എടുക്കുമ്പോൾ തൊട്ടടുത്ത് കിടന്നിരുന്നവളെ ഒന്ന് നോക്കി. കാണാഞ്ഞപ്പോൾ മനസ്സിലായി എഴുന്നേറ്റ് പോയി കാണുമെന്ന്. ഫോണിലേക്ക് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ്. ആയുഷ് കൃഷ്ണയല്ലേ? ഫോൺ അറ്റൻഡ് ചെയ്തതും അപ്പുറത്തു നിന്ന് ചോദ്യമെത്തി. യെസ്, ആയുഷ് കൃഷ്ണ. ഇത് സ്റ്റേഷനിൽ നിന്നും SI ആണ്. താങ്കളൊന്ന് ഹോസ്പിറ്റൽ വരെ വരണം. അതോടെ ആയുഷിനാകെ പരിഭ്രമമായി. ഏത് ഹോസ്പിറ്റലിൽ? എന്താ സാർ, എന്താ കാര്യം? ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. തൻ്റെ അച്ഛൻ എന്ന് തോന്നിക്കുന്ന ഒരാളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. പേടിക്കണ്ട, മരിച്ചിട്ടില്ല. എന്നാൽ ആളുടെ അവസ്ഥ കുറച്ച് മോശമാണ്. നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് വരൂ. ബാക്കിയെല്ലാം അവിടെ വെച്ച് സംസാരിക്കാം. ഓക്കെ സാർ. ആയുഷ് വേഗം റെഡിയായി വേണുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ SIയുടെ കൂടെ CI മഹേഷും ഉണ്ടായിരുന്നു. സാർ, അച്ഛൻ? ആയുഷ് CIയുടെ അടുത്തേക്ക് ചെന്നു. ICUവിലാണ്. താൻ വന്നാൽ ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ കണ്ടതും CI മഹേഷ് പറഞ്ഞു. ഡോക്ടറെ കാണാം. അതിനു മുമ്പ് ഇത് പറയൂ, അച്ഛനെ എവിടെ നിന്നാണ് കിട്ടിയത്? കിട്ടുമ്പോൾ അച്ഛൻ്റെ അവസ്ഥ എന്തായിരുന്നു? CI മഹേഷ് അവൻ്റെ തോളിലൊന്ന് തട്ടി. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്താണ് അയാൾ കിടക്കുന്നത് കണ്ടത്. നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാർക്ക് ആരോ ഇൻഫോം ചെയ്തതാണ്. കാണുമ്പോൾ ബോധമില്ലാതെ അവശനിലയിലായിരുന്നു. ഉടനെ ആംബുലൻസ് വരുത്തി ഇവിടെ എത്തിച്ചു. ബാക്കിയെല്ലാം ആയുഷിനോട് ഡോക്ടർ പറയും. ആയുഷ് വേണുവിനെയും കൂട്ടി ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്നു. സ്വയം പരിചയപ്പെടുത്തിയതും ഡോക്ടർ അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അപകടകരമായ ഒരവസ്ഥയാണ് പേഷ്യൻറ്റിന്. അയാളുടെ ശരീരഭാഗങ്ങൾ അയാൾക്ക് അനക്കാൻ കഴിയുന്നില്ല. എന്നാൽ കോമ സ്റ്റേജുമല്ല. സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. വിശദമായി ചെക്കപ്പ് നടത്തിയാലേ എന്താണ് പറ്റിയതെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? കണ്ടോളൂ, കാണുന്നതിൽ ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോട് സൂചന തരാൻ കഴിഞ്ഞെങ്കിലോ? ഡോക്ടറുടെ സമ്മതവും വാങ്ങി ആയുഷ് ICUവിനുള്ളിലേക്ക് ചെന്നു. ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന അച്ഛനെ അവൻ അല്പനേരം നോക്കി നിന്നു. അവനെ കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അച്ഛനെന്തോ തന്നോട് പറയാനുണ്ടെന്ന് ആയുഷിന് മനസ്സിലായി. എന്നാൽ വായ് തുറക്കാൻ കഴിയുന്നുണ്ടെങ്കിലും നാവ് ചലിപ്പിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ ആ ബെഡിൻ്റെ ഓരത്തിരുന്നു പതിയെ അയാളുടെ കൈത്തലമെടുത്ത് കൈവെള്ളയിൽ വെച്ച് തിരുമ്മി. അച്ഛൻ വിഷമിക്കണ്ട. എത്ര പണം മുടക്കിയിട്ടായാലും ഞാൻ തിരിച്ചു പിടിക്കും അച്ഛൻ്റെ ആരോഗ്യം. അതും പറഞ്ഞ് നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ടവൻ പുറത്തേക്ക് നടന്നു.